പാദഹസ്താസനം യോഗാസനങ്ങളിൽ വച്ച് ഏറ്റവും ഗുണകരവും ശരീരത്തിലെ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്നതുമായ ഒന്നാണ് പാദഹസ്താസനം. ഇത് ആസനങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. ചെയ്യുന്ന വിധം: തറയിൽ ഇരുകാലുകളും ഉറപ്പിച്ച് കൈകൾ ഇരുവശത്തും ചേർത്ത് വച്ച് നിവർന്നു നിൽക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് പൂരകം ചെയ്യുക. കൈകൾ ഇരുവശത്തുമായി ചെവികൾക്ക് സമാന്തരമായി കുത്തനെ ഉയർത്തുക. കൈകൾ പരമാവധി പുറകിലേക്ക് കൊണ്ടുപോയി ശരീരം പുറകിലേക്ക് വളച്ചു കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരം ഉയർത്തി കൈകൾ സാവധാനം താഴ്ത്തി കാൽമുട്ടുകൾ വളയാതെ രണ്ട് കൈപ്പത്തിയും തറയിൽ അമർത്തി വയ്ക്കുക. തല പൂർണ്ണമായും താഴ്ത്തി നെറ്റി കാൽമുട്ടുകളിൽ സ്പർശിക്കുക. 8 മുതൽ 10 നിമിഷം അതേ നില തുടരുക. പൂരകം ചെയ്തുകൊണ്ട് നിവർന്നു വരിക. രേചകം ചെയ്തുകൊണ്ട് കൈകൾ ഇരുവശത്തുകൂടെ താഴ്ത്തിയിടുക. പ്രയോജനങ്ങൾ: അരക്കെട്ട്, തുടകൾ, പൃഷ്ഠം, അടിവയർ തുടങ്ങിയ ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടുന്ന ദുർമേധസ് മാറ്റുവാൻ സഹായിക്കുന്നു. ജനനേന്ദ്രിയ വ്യൂഹത്തിൻ്റെ ന്യൂനതകൾ പരിഹരിക്കപ്പെടുന്നു. കുട്ടികൾക്ക് ഉയരം വർദ്ധിക്കുന്നു. സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നു. ആസ്മ, അൾസർ, ഉയർന്ന BP, നട്ടെല്ലിന് പ്രശ്നങ്ങളുള്ളവർ ഒരിക്കലും ഈ ആസനം ചെയ്യുവാൻ പാടില്ല. പാദഹസ്താസനം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വിപരീതാസനമായ ഉത്കടാസനം ചെയ്യേണ്ടതാണ്. ഉത്കടാസനം എന്നത് രക്തചംക്രമണത്തിൻ്റെ സന്തുലനത്തിനായി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പാദഹസ്താസനം ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ മധ്യഭാഗത്തു നിന്നും രക്തം തലയിലേക്കും കൈകാലുകളിലേക്കും പ്രവഹിക്കുകയാണ്. ഈ രക്തത്തിനെ തിരികെ ശരീര മധ്യഭാഗത്തേക്ക് കൊണ്ടുവരാനാണ് ഉത്കടാസനം ചെയ്യുന്നത്. ഇത് സാങ്കല്പിക കസേരയിൽ ഇരിക്കുന്നതിന് സമമാണ്. ചെയ്യുന്ന വിധം: കാലുകൾ തറയിൽ ഉറപ്പിച്ചു നിർത്തുക. കൈകൾ മുന്നിലേക്ക്, കൈപ്പത്തികൾ അഭിമുഖമായി വരത്തക വിധം നീട്ടിപ്പിടിക്കുക. കാൽമുട്ടുകൾ വളച്ച് സാങ്കല്പിക കസേരയിൽ എന്ന പോലെ ഇരിക്കുക. 5 നിമിഷങ്ങൾക്ക് ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. എല്ലാവർക്കും യോഗാ പരിശീലന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന ആസനയാണ് പാദഹസ്താസനം. പാദഹസ്താസനം എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് പാദം? നമ്മുടെ കാലുകൾ. ഹസ്തം എന്താണ്? കൈകൾ. കൈകൾ കൊണ്ട് കാലിൽ തൊടണം. വെറുതെ തൊട്ടാൽ പോരാ. കാൽമുട്ട് വളയാതെ കുനിഞ്ഞ് കൈകൾ കൊണ്ട് പാദത്തിൽ തൊടണം. അതാണ് പാദഹസ്താസനം. ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാൻ ഏറ്റവും പറ്റിയ ആസനയാണ് പാദഹസ്താസനം. കാലുകൾ സ്ട്രെങ്തൻ ചെയ്യുന്നു. വയറ് കുറയാൻ ഏറ്റവും പറ്റിയ ആസനയാണ്. അരക്കെട്ടിലെ കൊഴുപ്പ് കുറയാനും അരക്കെട്ട് ഒതുങ്ങാനും ഒക്കെ ഏറ്റവും പറ്റിയ ആസനയാണ് പാദഹസ്താസനം. തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഉന്മേഷം കൂടുന്നു. പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ ഉന്മേഷം കൂടാനും ഒക്കെ ഏറ്റവും പറ്റിയ ആസനയാണ് പാദഹസ്താസനം. ഇങ്ങനെ വളരെയധികം പ്രാധാന്യമുള്ളൊരു ആസനയാണ് പാദഹസ്താസനം. പ്രായഭേദമന്യേ ഏവർക്കും ചെയ്യാൻ കഴിയുന്ന ആസനയാണ് പാദഹസ്താസനം. നടുവേദന, നട്ടെല്ലിന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞവർ ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ ഈ യോഗാസനം ചെയ്യാൻ പാടുള്ളൂ. പാദഹസ്താസനം ഇനി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. കാലുകൾ ചേർത്ത് വയ്ക്കുക. ഷോൾഡർ അകലത്തിൽ ചേർത്ത് വയ്ക്കുക. ഭാരം 2 കാലുകളിലായി ക്രമീകരിക്കുക. കൈകൾ തുടമേൽ കമഴ്ത്തി വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ കൈകൾ പിറകിലേക്ക് വളയ്ക്കുക. പിറകിലേക്ക് വളഞ്ഞ് പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് തലയും കൈയും ഉൾപ്പെടെ മുന്നിലേക്ക് കുനിഞ്ഞ് കൈകൾ പാദത്തിന് ഇരുവശത്തായി കൊണ്ടുവരാനായി ശ്രമിക്കുക. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. കാൽമുട്ട് വളയരുത്. നടുവിന് കഴുത്ത് കൂടുതൽ സ്ട്രെസ് ചെയ്യരുത്. നടുവിൽ ശ്രദ്ധിച്ച് പതുക്കെ ശ്വാസം എടുക്കുകയും
വിടുകയും ചെയ്യുക. ബ്രീത്ത് ബ്രീത്ത്. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് നിവരുന്നു, പിറകിലേക്ക് ബെൻഡ് ചെയ്യുന്നു, ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ്. ഇതിന് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. വീണ്ടും ഒന്നുകൂടെ ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് പിറകിലേക്ക് ബെൻഡ് ചെയ്യുന്നു. ചെയ്യാൻ പറ്റാത്തവർ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ട് താഴേക്ക് കുനിഞ്ഞ് ഇങ്ങനെ തൊടാനായി ശ്രമിക്കണം. നിവർന്ന് പൊങ്ങി ഇങ്ങനെ ഫ്ലെക്സിബിൾ ആവാനായിട്ട് ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പിറകിലേക്ക് പോകുന്നു, റിലാക്സ് ചെയ്യുന്നു. ഇനി ഇതിന്റെ വേരിയേഷൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. കാലുകൾ ഷോൾഡർ അകലത്തിൽ, ഭാരം 2 കാലുകളിലായി ക്രമീകരിക്കുന്നു. കൈകൾ തുടമേൽ കമഴ്ത്തി വയ്ക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് പിറകിലേക്ക് ബെൻഡ് ചെയ്യുന്നു. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മുന്നിലൂടെ കുനിഞ്ഞ് താഴേക്ക് വരുന്നു. കാൽമുട്ടുകൾ വളയരുത്. അങ്ങനെ നിന്ന് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യൂ. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നു. നടു ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നു. കൈകൾ പതുക്കെ പാദത്തിന് അടിഭാഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കൂ. പാദത്തിന് അടിവശത്തേക്ക് കൈപ്പത്തി കൊണ്ടുപോകുന്നു. പതുക്കെ കൈകൾ മുന്നിലേക്ക് നീക്കി തല ഉയർത്തി നോക്കുന്നു. തല ഉയർത്തുന്നു. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ കൈ പുറകിൽ കോർത്ത് പിടിച്ച് നെറ്റി കാൽമുട്ടിൽ തൊടാനായി ശ്രമിക്കൂ. നെറ്റി കാൽമുട്ടിലേക്ക്. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യൂ. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് ഉയരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ്. പാദഹസ്താസനം ചെയ്തിട്ട് അതിന്റെ വിപരീതാസനമായിട്ട് ഉത്കടാസനം കൂടി ചെയ്യണം. പാദഹസ്താസനം ചെയ്യുമ്പോൾ നമ്മൾ മുന്നിലേക്ക് കുനിയല്ലേ, ഇവിടെ നിന്ന് ബ്ലഡ് സർക്കുലേഷൻ തലയിൽ കൂടി താഴേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ടുണ്ടാവും. അപ്പം അതിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ തിരിച്ച് ഇങ്ങോട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് ഉത്കടാസനം കൂടി ചെയ്യണം. എങ്ങനെയാണ് ഉത്കടാസനം ചെയ്യുന്നതെന്ന് നോക്കാം. ഉത്കടാസനം ചെയ്യുന്നത് ഇതിന്റെ വിപരീതാസനമായിട്ടും നമ്മളെ കാലുകൾ സ്ട്രെങ്തൻ ചെയ്യാനും നമ്മുടെ ബോഡി ശക്തിപ്പെടാനും ഒക്കെ ഏറ്റവും പറ്റിയ ആസനയാണ് ഉത്കടനം. കാലുകൾ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ ഏറ്റവും പറ്റിയ ആസനയാണ് ഉത്കടാസനം. അപ്പൊ എങ്ങനെ ചെയ്യുന്നു നോക്കാം. കാലുകൾ ഷോൾഡർ അകലത്തിൽ തന്നെ, ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഷോൾഡറിന് നേരെ നീട്ടി പിടിക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് നമ്മളൊരു കസേരയിലാണ് ഇരിക്കുന്നത് പോലെ ഇരിക്കണം. നടു നിവർന്നിരിക്കണം. ദൂരെ ഒരു പോയിന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യണം. നമുക്ക് റിലാക്സ് ചെയ്തിരിക്കട്ടെ. 1 2 3 4 5 6 7 8 9 10. പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് ബട്ടക്സ് താഴ്ത്തി നമസ്കാരാസനത്തിലേക്ക് വരണം. Relax.